ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ചുറ്റിനുള്ള ഹോട്ടലുകളിലും അതുപോലെ തന്നെ ബേക്കറികളിലൊക്കെ കണ്ണാടിക്കൂട്ടിൽ എപ്പോഴും കാണാറുണ്ടായിരുന്ന തരിവട്ടാണ് തയ്യാറാക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഹോട്ടലുകളിലും ബേക്കറികളിലൊന്നും കാണാനില്ല, എടുത്തു പോയിട്ടുള്ളൊരു സ്നാക്കാണ്. പക്ഷേ ഒട്ടുമിക്ക പേർക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ടുള്ളവരും ആയിരിക്കും. കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന സ്നാക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സ്നാക്കാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു 5 വർഷം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതൊരു കറക്റ്റ് അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് റവയാണ് എടുക്കുന്നത്. അതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്കായ പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ്, അതിപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതവിടെ 3/4 കപ്പ് ഞാൻ അളന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ച് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റാം. ഇനി തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം പാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഹൈ ഫ്ലെയിമിലിടുക. ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോവരുത്. ഈ റവയുടെ കളർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം നമുക്കിതിലൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ അളന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള 3/4 കപ്പ് ഷുഗറാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റവ കളർ മാറാതെ നോക്കണം, എന്നാൽ റവ നന്നായിട്ട് കുക്കായി കിട്ടുകയും വേണം. അപ്പോൾ ആ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ ഞാനിപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പം കുറച്ചും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ 3/4 കപ്പ് അളന്നെടുത്തത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയാണെങ്കിലും ഷുഗർ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനായിട്ടും വേണ്ടി വരില്ല. ഓരോ ടേബിൾ സ്പൂൺ വീതം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് റവയുടെ എല്ലാ ഭാഗത്തേക്കും നനവെത്തുന്ന വിധത്തിൽ നല്ലതായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു വെറ്റായ പരുവത്തിലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ അടിഭാഗത്ത് ഇങ്ങനെ അഴിച്ച് കിട്ടുന്ന പരുവത്തിലുള്ളതായിരിക്കണം. അതായത് പ്രസ് ചെയ്യുന്ന ടൈപ്പൊക്കെ ഉണ്ടാവില്ല, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ ആദ്യം തന്നെ നെയ്യോ ബട്ടറോ തടവണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തന്നെ ഇതിൽ നിന്ന് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ പുട്ടുകുറ്റി വെച്ചിട്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മോൾഡ് വെച്ചിട്ട് ചെയ്യാം. പണ്ട് കാലത്തൊക്കെ ഇത് ചെയ്ത് കണ്ടിട്ടുള്ളത്, അതായത് എൻ്റെ ഉമ്മയൊക്കെ ചെയ്യുന്നത് ഞാനൊരു കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളൊരു ഓർമ്മയാണ് കേട്ടോ. കാരണം അത് അത്ര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തെങ്ങോല എടുത്തിട്ട് അത് വട്ടത്തിൽ ചുറ്റിയിട്ട് ഈർക്കിളി വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ മോൾഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ പുട്ടുകുറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ചില്ല് മുകളിലേക്ക് ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് ചില്ല് വീണ്ടും ഇട്ടിട്ട് ഇതുപോലെ എന്തുകൊണ്ടും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മൾ സാധാരണ പുട്ടൊക്കെ തള്ളിയെടുക്കുന്ന പോലെ തള്ളിയെടുക്കാം. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഞാനൊരു 5 വർഷം മുൻപ് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മോൾഡ് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ, ഒരു ഹാർട്ട് ഷേപ്പിൽ. അപ്പോൾ അതിൽ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും ഈസി എന്ന് പറയുന്നത് താഴ്ഭാഗം അഴിച്ചെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മോൾഡാണ് കേട്ടോ. അതാകുമ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഈ ഒരളവിൽ നിന്ന് നമുക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ട് വരും ഇത്. എന്നാൽ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഇതിങ്ങനെ നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാലൊന്നും പൊട്ടിപ്പോവാത്ത പരുവത്തിൽ നമുക്കിങ്ങനെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക. തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.